കായംകുളം നഗരസഭയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ബിജെപി കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. ബജറ്റ് അപൂർണവും ദിശാബോധമില്ലാത്തതും തനിയാവർത്തനം നിറഞ്ഞതുമാണെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമ്മത്ത് പറഞ്ഞു. കായംകുളം നഗരസഭ 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച ബിജെപി കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. ബജറ്റ് അപൂർണവും ദിശാബോധമില്ലാത്തതും തനിയാവർത്തനം മാത്രം നിറഞ്ഞതായതിലും പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം നടത്തിയതെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമ്മത്ത് പറഞ്ഞു. സാധാരണ ബജറ്റ് സമ്മേളനം നടക്കുമ്പോൾ ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ദിവസം സമയം തരാറുണ്ട്. ഇത് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഒരു ദിവസം സമയം തരാറുണ്ട്. അത് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ വാർഡ് സഭകൾ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും തന്നെ വാർഡ് സഭകൾ ഇപ്പോൾ പലയിടത്തും വാർഡ് സഭകൾ നടന്നു കഴിഞ്ഞു. പല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ ഇവിടെ ഇതുവരെ വാർഡ് സഭകൾ കൂടാൻ ആകെ 1, 2, 3 വാർഡുകൾ മാത്രമാണ് കൂടിയിട്ടുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കായംകുളത്തിന്റെ ഇപ്പോഴത്തെ രീതി. ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇത് നല്ലൊരു കൗൺസിലായിട്ട് വരുമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ വളരെ നിരാശാജനകമാണെന്നാണ് നമുക്കിത് പറയാനുള്ളത്. ശരിക്കും ഇത് മലപ്പുഴക്കാരന്റെ ദിവാസ്വപ്നം പോലെ ഇത് ജനങ്ങളെ, കായംകുളം നഗരത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ബജറ്റിന് ഇത്തരത്തിലുള്ള ഈ സമീപനത്തിനെ ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങൾ ഈ ബജറ്റ് ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയി. പല പഞ്ചായത്തിലും കോർപ്പറേഷനും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലൊക്കെ പദ്ധതികളൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അവിടെയൊക്കെ വികസന സമിതി യോഗങ്ങൾ കഴിഞ്ഞു. അവിടെ വാർഡ് സഭകൾ കഴിഞ്ഞു. ഇവിടെ കായംകുളം നഗരസഭയിൽ ഇപ്പോഴും അത് നമ്മൾ പിന്നോട്ട് നിൽക്കുകയാണ്. എന്താണ് കാരണം? അപ്പോൾ ഭരണകർത്താക്കൾ അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കായംകുളം നഗരത്തിന് സ്വന്തമായി ഫണ്ടില്ല. കേന്ദ്രം സഹായിക്കണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സഹായിക്കണം. ഇതാണ് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് തനത് ഫണ്ട് ഇല്ലാത്തത് കൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായിക്കുന്നുകൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ജീവിക്കുന്ന ആധുനിക യുഗത്തിലല്ലേ ജീവിക്കുന്നത്. പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതൊന്നും തന്നെ പരാമർശിക്കാതെ ഒരു പഴഞ്ചൻ രീതിയിലുള്ള ഒരു ബജറ്റ് അവതരണമായിരുന്നു നടന്നിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങൾക്കതിൽ വിഷമമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ബജറ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് കാലഘട്ടത്തിന് അനുസൃതമായി ആധുനിക ചിന്താഗതി ഇല്ലാതെ പുതിയ വരുമാന മാർഗങ്ങളൊന്നും കണ്ടെത്താതെ അവതരിപ്പിച്ച ബജറ്റ് കായംകുളത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ്. ഉൽപാദന മേഖല, സേവന മേഖല, പശ്ചാത്തല മേഖല എന്നിങ്ങനെ പലതിലുമുള്ള നിർദ്ദേശങ്ങൾ ആവർത്തനങ്ങൾ മാത്രം. കുടിവെള്ള പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ താലൂക്ക് ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കിടക്കുകയാണ്. പൊതുശൌചാലയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ ഇല്ലാത്ത PMAY പദ്ധതി നടപ്പാക്കുമെന്നാണ് ബജറ്റിൽ പറയുന്നതെന്നും രാജേഷ് കമ്മത്ത് പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ ശുപാർശകൾ ഉപന്യാസം പോലെ ബജറ്റിൽ ചേർത്തിരിക്കുകയാണ്. നടപ്പാക്കാൻ പറ്റാത്തതും നടക്കാത്തതുമായ പദ്ധതികളാണ് ബജറ്റിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായി മാത്രമേ ബജറ്റിനെ കാണാൻ കഴിയുകയുള്ളൂവെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. പുളിയറ വേണുഗോപാൽ, കവിത രാജേഷ്, അനിത, ഷീല പ്രസാദ് എന്നിവരും ബജറ്റിലുള്ള പ്രതിഷേധം അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.